നമസ്കാരം. മൂന്ന് മീനുകളുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് ഗ്രാമത്തിൽ ഒരു വലിയ തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ നിറയെ മീനുകൾ വസിച്ചിരുന്നു. അതിൽ മൂന്ന് മീനുകൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ മൂന്ന് പേരും ആ തടാകത്തിൽ നീന്തി കളിച്ച് രസിച്ചു. ഇവർ മൂന്ന് പേരും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. ഒന്നാമത്തെ മീൻ വളരെ ബുദ്ധിശാലിയായിരുന്നു. അവൻ എപ്പോഴും ചിന്തിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. രണ്ടാമത്തെ മീൻ വളരെ കൗശലക്കാരനായിരുന്നു. മൂന്നാമത്തെ മീൻ മടിയനായിരുന്നു. അവൻ എപ്പോഴും വിധിയിൽ മാത്രമേ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം ഒന്നാമത്തെ മീൻ കരയുടെ അടുത്തുള്ള ഭാഗത്ത് നീന്തി കളിക്കുകയായിരുന്നു. അപ്പോൾ അവൻ രണ്ട് മീൻപിടുത്തക്കാരന്റെ സംഭാഷണം കേട്ടു. ഒന്നാമത്തെ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട്. നാളെ നമുക്കിവിടെ വന്ന് മീൻ പിടിച്ചാലോ? ഇത് കേട്ട് രണ്ടാമത്തെ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട്. നമുക്ക് നാളെ അതിരാവിലെ വന്ന് വലയിടാം. അപ്പോൾ നിറയെ മീനുകൾ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതും പറഞ്ഞ് അവരവിടുന്ന് പോയി. ഇത് കേട്ട ഒന്നാമത്തെ മീൻ ഞെട്ടിപ്പോയി. എന്നിട്ട് അവൻ തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നാളെ മീൻപിടുത്തക്കാർ ഈ തടാകത്തിൽ വന്ന് വലയിടും. അതിനു മുൻപ് നമുക്ക് ഈ തടാകം വിട്ട് മറ്റൊരു തടാകത്തിലേക്ക് പോകണം. ഇത് കേട്ട് രണ്ടാമത്തെ മീൻ പറഞ്ഞു, സുഹൃത്തെ, ഇനി ഒരു പക്ഷം നാളെ മീൻപിടുത്തക്കാർ വന്നില്ലെങ്കിൽ നമ്മൾ ഈ തടാകം ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് വെറുതെ ആവില്ലേ? അതുകൊണ്ട് ഈ തടാകം ഉപേക്ഷിച്ചു പോകാൻ ഞാനില്ല. ഇനി അവർ വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇത് കേട്ട് മൂന്നാമത്തെ മീൻ പറഞ്ഞു, ഈ രണ്ട് മീൻപിടുത്തക്കാർ വരുന്നത് വിധിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. ഇനി നമ്മൾ വേറൊരു തടാകത്തിലേക്ക് പോവുകയാണെങ്കിലും അത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഈ തടാകം ഉപേക്ഷിച്ച് പോകാൻ ഞാനില്ല. പക്ഷേ ഒന്നാമത്തെ മീൻ ആ തടാകം ഉപേക്ഷിച്ച് പോയി. അടുത്ത ദിവസം ഒന്നാമത്തെ മീൻ പറഞ്ഞതുപോലെ രണ്ട് മീൻപിടുത്തക്കാർ വലയിടുകയും ചെയ്തു. ആ വലയിൽ രണ്ടാമത്തെ മീനും മൂന്നാമത്തെ മീനും കുടുങ്ങിയിരുന്നു. രണ്ടാമത്തെ മീൻ ആലോചിച്ചു, ഇന്നലെ തന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയായിരുന്നു. ഈ വലയിൽ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവൻ ആ വലയിൽ ചത്തതുപോലെ കിടന്നു. മൂന്നാമത്തെ മീൻ ആലോചിച്ചു, ഈ മീൻപിടുത്തക്കാരന്റെ കയ്യിൽ കിടന്ന് മരിക്കുകയായിരിക്കും എന്റെ വിധി. അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല. ഈ സമയത്ത് രണ്ട് മീൻപിടുത്തക്കാരും ആ വലയിൽ കിടന്ന മീനുകളെല്ലാം പുറത്തെടുത്തു. അതിൽ രണ്ടാമത്തെ മീനിനെ അവൻ തടാകത്തിൽ തന്നെ ഉപേക്ഷിച്ചു. മൂന്നാമത്തെ മീനിനെ ബാക്കി എല്ലാ മീനിനെയും കൂട്ടി അവരവിടുന്ന് പോയി. രണ്ടാമത്തെ മീൻ തടാകത്തിന്റെ അതിർത്തിയിൽ പോയി